നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്ത 10 ദിവസം നിർണായകമാവുകയാണ്. അതായത് ജനുവരി മാസം 5-ാം തീയതിയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കേണ്ട തീയതി. അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല എന്നൊരു ബോധ്യവും അവർക്കുണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു മൊഴി വരുന്നത്. ആ രമേശ് ചെന്നിത്തല പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന് ഒരു വിദേശ വ്യവസായി നൽകിയ വിവരങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം ചില വിവരങ്ങൾ നൽകിയിരുന്നു. ആ വിദേശ വ്യവസായിയെ ചോദ്യം ചെയ്തപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. അതായത് ഡി മണി എന്ന് പറയുന്ന ഒരു വിഗ്രഹ കള്ളക്കടത്ത് സംഘം, മാഫിയ സംഘത്തിൻ്റെ തലവൻ, ഇദ്ദേഹമാണ് തിരുവനന്തപുരത്തെത്തി ശബരിമലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി അതിന് കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകി എന്ന വിവരം പുറത്തു വരുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ജയിലിൽ ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയും ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇവർ നേരെ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളിൽ തന്നെ മറ്റൊരു ചെറിയ സംഘത്തെ രൂപീകരിക്കുന്നു. ഈ സംഘം നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ഡിണ്ടിഗലിൽ ഇങ്ങനെ ഒരു മണി ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അയാൾ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അതായത് ഡി മണി എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വാർത്തകളിൽ പ്രചരിച്ചത് ദുബായ് മണിയാണ് എന്നും അതുപോലെ തന്നെ ദാവൂദ് മണിയാണ് എന്നുമൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ അതല്ല, താൻ ഡയമണ്ട് മേഖലയിൽ വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് മണി എന്ന് വിളിക്കാറുണ്ട്. അതാണ് ഡി മണി എന്ന് ഉദ്ദേശിച്ചത് എന്ന് അയാൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും SITക്ക് ലഭിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് 1000 കോടി രൂപയുടെ വിഗ്രഹ കള്ളക്കടത്ത് പദ്ധതിയാണ് ഈ പറയുന്ന ഡി മണിക്കും സംഘത്തിനും കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഡി മണിയെയാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു കൊണ്ടുപോയത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഡി മണിയിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ശബരിമല മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. മറ്റു പല ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്നതാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആൻറ്റിക് വസ്തുക്കൾ ഉള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നറിയാം. ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുടെ കണ്ണ് നേരത്തെ തന്നെ പതിഞ്ഞിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡി മണി ഇതിനുവേണ്ടി നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി എന്നും ഇപ്പോൾ സൂചനകൾ വരുന്നുണ്ട്. പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് നമുക്ക് വിശ്വസിക്കാനാവില്ല. എന്തായാലും തൽക്കാലം അത് പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് വ്യക്തമാണ്. ഈ 5-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല എന്നും വ്യക്തമായി കഴിഞ്ഞു. കാരണം ഈ അന്വേഷണത്തിൽ കേരളത്തിൽ നടന്ന വിഗ്രഹക്കൊള്ളയുടെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഡി മണി അറസ്റ്റിലാകുന്നു, ആ ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞെട്ടിക്കുന്ന വലിയ കഥകൾ പുറത്തു വരാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നാളെ നടക്കാൻ പോവുകയാണ്. KP ശങ്കരദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പർ, ഒപ്പം N വിജയകുമാർ എന്ന മറ്റൊരു മെമ്പർ, ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനായി SIT സംഘം വിളിപ്പിച്ചിട്ടുണ്ട്. KT ശങ്കരദാസ് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ദേവസ്വം ബോർഡിനെ അടക്കി ഭരിക്കുന്ന CPM നേതാക്കളിൽ ഒരാളായിരുന്നു KP ശങ്കരദാസ്. എന്ന് പറഞ്ഞാൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് KP ശങ്കരദാസ് ആണ്. KP ശങ്കരദാസ് CPIMൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് പ്രിയപ്പെട്ട ഒരു നേതാവാണ്. പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവാണ്. സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനുമാണ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതായത് പത്മകുമാർ കസ്റ്റഡിയിലായിരുന്നപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്, ഈ പറയുന്ന സ്വർണം അവിടെ നിന്ന് മാറ്റാനുള്ള ഉത്തരവൊക്കെ കൊടുത്തത് ഞാൻ തന്നെയാണ്. പക്ഷേ അത് എൻ്റെ മാത്രം കർത്തവ്യമല്ല, അതൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്, എന്നോടൊപ്പം 2 അംഗങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ദൈവതുല്യരായ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യുമ്പോൾ താൻ എന്ത് ചെയ്യാനാണ് എന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് KP ശങ്കർദാസിൻ്റെ പേര് എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വരാൻ വൈകിയത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ KP ശങ്കരദാസ്
ചോദ്യം ചെയ്യപ്പെടുകയാണ്. CPIM-ന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവിനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. നിർണായകമായ തെളിവുകൾ KP ശങ്കർദാസിനെതിരെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യലിനൊടുവിൽ ശങ്കരദാസ് അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതടക്കമുള്ള നിർണായകമായ 10 ദിവസങ്ങളാണ് ഇനി കടക്കാനുള്ളത്. ഈ 10 ദിവസങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമാവുകയാണ്. ചടുലമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്, പ്രത്യേകിച്ചും ശങ്കർദാസിൻ്റെയും D മണിയുടെയും വരവോടെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.